സാറിന്ന് ഓഫീസിൽ പോയില്ലേ? പോയി, പക്ഷെ ജോലി പെട്ടെന്ന് തീർന്നുകൊണ്ട് വേഗം പോകുന്നു. സാറ് ശരിക്കും പറഞ്ഞ ഭാഗ്യവാൻ തന്നെ. അത് സത്യ. ഓരോരുത്തർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ആഫീസിൽ കുത്തി പിടിച്ചിരുന്ന് ജോലി ചെയ്യുക. സാറ് വരുന്നതും പോകുന്നതും ആരും അറിയുന്നില്ല. പഠിപ്പിന്റെ ഒരു ഗുണം തന്നെയല്ലേ? എന്റെ ജോലിക്ക് പഠിപ്പ് മാത്രം പോരാ ജാനകിയമ്മേ, ലേശം സാമർത്ഥ്യം വേണം, പിന്നെ നല്ല ധൈര്യം. എന്റെ മോ രാമകൃഷ്ണൻ നല്ല സാമർത്ഥ്യമുള്ളവനാ. ധൈര്യത്തിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ശവപ്പറമ്പിൽ പോയി കിടക്കാൻ പറഞ്ഞ അവൻ കിടന്നോളൂ. സാറിന്റെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കുവോ? അതാണ് ബുദ്ധിമുട്ട്. എന്റെ കമ്പനി പുറത്തുനിന്ന് ആളെടുക്കൂല. അപ്പൊ സാറിന്റെ കമ്പനി സർക്കാരിന്റെ ആണോ അതോ സ്വന്താണോ? ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. നന്ന ചെലവിന് പിടി. ചിലപ്പോ ഞാൻ വൈകുന്നേരം വരും. ഓ, ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. എന്തുട്ട് കമ്പനി അത്? എന്റെ കർത്താവേ. ഹലോ, അതെ. ആരായാലും എനിക്ക് തരണ്ട. നേരിട്ട് സംസാരിക്കണമെന്ന്. രഹസ്യം അത്ര. ഹലോ, ഞാനാണ് ശങ്കർ എന്ന പേരിൽ രാവിലെ റെയ്ഡിന് വന്നില്ലേ, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. എടാ ദ്രോഹി, നീ എത്ര ലക്ഷം രൂപയുടെ മുതലാടാ കൊണ്ടുപോയത്? നിന്നെ ഞാൻ പറയുന്നത് കേക്ക്. വെറുതെ ബഹളം വെച്ച് ബീപ്പ് കൂട്ടിയിട്ട് എന്താ കാര്യം? പോയ സ്വർണം പോയിക്കോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന തോമസിന് നല്ലത്. അത് പള്ളി പറഞ്ഞാൽ മതിയടാ. നിന്നെ കണ്ടുപിടിച്ച് ജയിലിനകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് തോമസ് എന്നല്ല. പേര് മാറ്റാൻ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗസറ്റിൽ പരസ്യം ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ തോമസ് എന്നുള്ള ഒരു പഴഞ്ചൻ പേരാ. പിന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ഇത്രയും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്വാനിച്ച് സമ്പാദിച്ചൊന്നുമല്ലല്ലോ. 3 വർഷം മുമ്പ് ഒരു സ്വർണ്ണക്കടയിൽ സാധാരണ സെയിൽസ്മാൻ ആയിരുന്ന നിങ്ങൾ ഇന്ന് കോടീശ്വരനായത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആളുകളെ പറ്റിച്ചും സർക്കാരിനെ വഞ്ചിച്ചും ഉണ്ടാക്കിയതിന്റെ ഒരു അംശം വേറൊരു കള്ളം തട്ടിയെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. പരാതിയും കേസും ഒക്കെ ആയിട്ട് നീങ്ങാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ കുഴിച്ച കുഴി നിങ്ങൾ തന്നെ വീഴും. കള്ളക്കടത്ത് സ്വർണം വാങ്ങി സൂക്ഷിച്ചതിന് കൈകളിൽ വിലങ്ങ്, ഇൻകം ടാക്സുകാരെ പറ്റിച്ചതിന് ശിക്ഷ വേറെ. ഫയലുകളും യഥാർത്ഥ കണക്കെഴുതിയ ബുക്കുകളും ഒക്കെ ഞാനിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കണോ അതോ? നിങ്ങൾ ആരാണ്? ഞാനോ? തന്നെ പോലെയുള്ള പെരിങ്കള്ളന്മാരെ പറ്റിക്കുന്ന ഒരു ചിന്നക്കള്ളൻ. എന്റെ പൊന്നു സാറേ, പോയത് പോയി. ഇനി ഇതിന്റെ പിന്നാലെയുള്ള കേസും കൂട്ടും ഒന്നും വേണ്ട. എനിക്കൊരു പരാതിയുമില്ല. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഒരു കാരണവുമില്ല സാർ. ഞാനൊരു സൂക്കേടുകാരനാണ്. എനിക്കിതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. പോയതെനിക്കല്ലേ, പോട്ടെ. പണ്ടൊരിക്കൽ സുലൈമാൻ സാറുള്ള കാലത്താണെന്ന് തോന്നുന്നു, ഇതുപോലൊരു വിദ്വാൻ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മൊത്തം അടിച്ചുകൊണ്ട് പോയതായി കേട്ടിട്ടുണ്ട്. എന്നിട്ട് പക്ഷെ അന്നത് കേസായില്ല. അതുകൊണ്ട് അന്വേഷണം ഉണ്ടായില്ല. അയാളെ പറ്റിയുള്ള വല്ല വിവരവും നമ്മുടെ റെക്കോർഡ്സിലുണ്ടോ? ഇല്ല സാർ. അതുപോലെ കസ്റ്റംസുകാരുടെ വേഷം ധരിച്ച് ഒരുത്തൻ കള്ളക്കടത്തുകാരെ പറ്റിച്ചതായും കേട്ടിട്ടുണ്ട്. പരാതിക്കാരില്ലാത്തതുകൊണ്ട് അതും കേസായില്ല. പരാതി ഇല്ലെങ്കിൽ ഇവിടെ അന്വേഷണം വേണ്ടല്ലോ. പോലീസുകാരെ പരിഹസിക്കുന്ന കാണാൻ ഇവിടെ എല്ലാവർക്കും താല്പര്യം. എന്തു വന്നാലും നമുക്ക് അയാളെ പിടിച്ചേ പറ്റൂ. രമണി, ഇതിനെ നിർത്തോണ്ട് പോകുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പിന്നെ അല്ലാണ്ട് സ്വസ്ഥമായിട്ട് കാര്യം ആലോചിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ? ഹലോ, ഗുഡ് ഈവനിങ് സർ. ഞാനാണ് ശങ്കർ. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചാണ് സർ. പറയാതെ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു അല്ലേ? ക്ഷമിക്കുക. നഷ്ടപ്പെട്ടയാൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് സാറിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ചെയ്തെന്ന സഹായങ്ങൾക്കെല്ലാം 100 നന്ദി. ദൈവം സഹായിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. വെക്കട്ടെ. ഗുഡ് നൈറ്റ്. ആരാ വിളിച്ചത്?
നീ ആ യൂണിഫോം എടുത്ത് വെച്ചേ. പേടിച്ചോ? ഇങ്ങനെ പിന്നെ കൂടെ വന്ന് പിടിച്ചാൽ പേടിച്ചു പോകില്ലേ? അത്രയും പേടിയുള്ളവർ ഈ പണിക്ക് വരരുത്. നിങ്ങൾ സാധനം എടുക്കി. പോലീസുകാരെ കാണുമ്പോൾ മനുഷ്യൻ്റെ നെഞ്ചിടിക്കുക. ഈ കടൽപ്പാലത്തിനടിയിലും ഗുഹയിലും ശവപ്പറമ്പിലും അല്ലാതെ ഈ നാട്ടിൽ വേറെ സ്ഥലമില്ലേ? വേറെ സ്ഥലമുണ്ട്, പക്ഷെ ഈ ഇടപാടിന് പറ്റിയ സ്ഥലമില്ല. നിങ്ങളെ താമസം എവിടെയാ? അടുത്തതാണോ നമ്മൾ അവിടെ വരാം? തനിക്ക് പേടിയാണെങ്കിൽ തന്നെ വാവുക്കാനോട് പറ വേറെ ആളെ അയക്കാൻ. അല്ലോ ബാബുക്കാനോട് പറയാനാ? മൂപ്പരെ കാണുമ്പോൾ തന്നെ നമ്മളെ മുട്ടിടിക്കും. അപ്പം മൊത്തത്തിൽ താൻ പേടിക്കാൻ വേണ്ടി ജനിച്ച ആളാ ആയിരിക്കും. നിങ്ങളെ പേരെന്താ? എന്തിനാ ചോദിച്ചേ ഉള്ളൂ. പൊതിയിൽ സ്വർണ്ണായിരിക്കും അല്ലേ? അത് ബാവുക്കാനോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങളെ നാടെവിടെയാ? ഇയാളെ വേഗം സ്ഥലം വിട്. ഊരും പേരും പറയൂല? അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറഞ്ഞാൽ പോരെ? മതി, തിരക്കില്ല. ബാബുക്കാനോട് വല്ലതും പറയാനുണ്ടാ? ഇവിടെ എല്ലാവർക്കും സുഖം, അവിടെയും അങ്ങനെ തന്നെ എന്ന് കരുതുന്നു എന്ന് പറഞ്ഞേക്കും. സാറെന്താ മറുപടി ഒന്നും പറയാത്തേ? നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല സാർ. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സാറന്മാര് ഇതുപോലെ കൊടി കെട്ടി വേണം കള്ളന്മാരെ പിടിക്കാൻ. ഇതിലും ചീപ്പായിട്ടൊക്കെ ചെയ്തിട്ടില്ലേ? എന്നാലും എങ്ങനെയാടോ ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിക്കുക? ജോസ് കള്ളനല്ല, കേടിയാ. കള്ളനായാലും കേടിയായാലും നമുക്ക് കഴിവില്ലാത്തോണ്ടാണെന്ന് വരില്ലേ? അത് വരും. ഇതൊക്കെ ആരറിയാനാ സാർ? അവൻ എവിടെയാണെന്ന് ജോസ് കണ്ടുപിടിക്കട്ടെ. സ്ഥലം മനസ്സിലാക്കിയാ നമുക്ക് തന്നെ ചെന്നവനെ പൂട്ടാലോ. പേര് നമുക്ക് കിട്ടുകയും ചെയ്യും. അയ്യോ സാറേ, അയാളെ ഞാൻ എങ്ങനെ അറിയാനാ? തന്നെയുമല്ല, കുറച്ചു നാളായിട്ട് ഞാൻ പുറത്തോട്ടെങ്ങും പോകാറില്ല. സംശയം ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയാട്ടെ. നീങ്ങി വന്നേ, പറയട്ടെ. രാവിലെ തന്നെ ഉണ്ടല്ലോടോ. കൂടെ വന്നിരിക്കാൻ ആരാന്നറിയോ? അറിയാമേ, അതാണ് ഞാൻ പത്തി ഒതുക്കി മാളത്തിൽ തന്നെ കൂടിയത്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നെന്നും കൂട്ടിനും പൊക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരുത്തൻ ഇടപെട്ടോണ്ടാ നീ ഇവിടെ കഴിഞ്ഞുകൂടി പോണേ. അതെനിക്കറിയാം സാർ. സാറ് കുറച്ചധികം കാലം ഇവിടെ ഉണ്ടാവും. അതുവരെ നിനക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമോ? അത് പിന്നെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കൂടി ഗുണകരമായ രീതിയിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവണം. ഭാവിയിൽ നിനക്കും അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഏത് മാളത്തിലുണ്ടായാലും അവനെ പുകച്ച് പുറത്തിയായിരിക്കണം. അത് നിനക്കേ പറ്റൂ. അത് ഞാൻ ശ്രമിച്ചു നോക്കാം. നോക്കിയാ പോരാ, നടത്തണം. എന്റെ പൊന്നു ജോസേ, നീ ഈ പോലീസിന്റെ ചാരപ്പണിക്കൊന്നും നിൽക്കണ്ട. കള്ളൻ ഏതായാലും നമ്മുടെയൊക്കെ വകുപ്പൊന്നാ. ഇൻസ്പെക്ടർമാര് മാറി മാറി വരും. പക്ഷെ നമ്മൾ ഈ തൊഴിലും കൊണ്ട് ജീവിക്കേണ്ടവരാ. തന്നെയുമല്ല, അവരൊക്കെ വലിയ വലിയ നിലയെ കക്കുന്നവരാ. അവരെവിടെ, നമ്മളെവിടെ? അയാൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി, ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റു. അങ്ങനെ നമ്മളെക്കാൾ വലിയവനായിട്ട് ഇവിടെ ആരും വലസണ്ട. ചിലപ്പോ നമ്മുടെ തുരപ്പം വാസുമായിരിക്കും ഇനി. അവനിപ്പം വീറിലല്ലേ? ജോസ് പറഞ്ഞ രൂപം ഭാവം വെച്ച് നോക്കുമ്പോ തോമസ് ആവാനാ വഴി. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോടാ? അവൻ ഈ തൊഴിലെല്ലാം നിർത്തി കല്യാണം എല്ലാം കഴിച്ച് പോണ്ടിച്ചേരില്ല. നമ്മുടെ ചീങ്കണ്ണി എന്തോ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കേട്ടു. ഇനിയിപ്പോ അവനായിരിക്കുമോ? അവരെല്ലാം നമ്മുടെ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അവരാരും ആകാൻ വഴിയില്ല. അതും ശരിയാ. അപ്പൊ ആള് തീർച്ചയായിട്ടും വരുത്തനായിരിക്കും. വല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ. എന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവോ നോക്കാം. ജമാലേ, പോയി അവിടെ നിന്നേടാ. നിന്നെ ഞാനിത് എവിടൊക്കെ തിരക്കി. നിന്റെ ഉമ്മാടി ചോദിച്ചപ്പോ നീ മാർക്കറ്റിൽ പോയിരിക്കാന്ന് പറഞ്ഞു. മാർക്കറ്റ് മുഴുവൻ മഷിയിട്ട് നോക്കി നിന്നെ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ നിന്ന് ഞാൻ നേരെ റേഷൻ പിടിയിൽ പോയി. നിങ്ങൾ എവിടെയാ? എന്നെ മനസ്സിലായില്ല? ഇല്ല. ശരി, ബാ പറയാം. നിന്റെ ബാബുക്കയുടെ വീട്ടിൽ വെച്ച് നീ എന്നെ കണ്ടിട്ടില്ല? ഇല്ല. ആ, എന്നാ ബാബുക്കയോട് പിന്നെ ചോദിച്ചാൽ മതി ഈ ജോസ് ആരാണെന്ന്. അപ്പം മൂപ്പര് പറയും ഞങ്ങള് ബടാ ബടാ ദോസ്തുക്കളാ. ഇപ്പൊ മനസ്സിലായോ? ഇല്ല. ബാബുക്കയാ പറഞ്ഞത് ജമാലിനോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നു. പുതിയൊരു പുള്ളി ഇറങ്ങിയിട്ടുണ്ടല്ലോ സിറ്റിയിൽ. അവനെ കൊണ്ടൊരു കാര്യം സാധിച്ചെടുക്കാനാ. അല്ല, 19,000 രൂപ അവന് കൊടുക്കും. അതുകൊണ്ട് നിനക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്ന കൂട്ടിക്കോ. എങ്ങനെ ആളെ ഒന്ന് കാണുക. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്? എടോ, എല്ലാ കാര്യങ്ങളും ബാബുക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കറിഞ്ഞൂടെ ബാബുക്കയായിട്ട് ഇടപാടുള്ള ആ പുതിയ പുള്ളിയെ? നീയല്ലേ ഇടനിലക്കാരൻ. നിങ്ങൾ ആരാ? ഇമാതിരി കാര്യം നിങ്ങൾ എന്നോട് പറയണ്ട കേട്ടാ. ചേട്ടാ, ഇവനെന്ത് മനുഷ്യൻ?
പോട്ടെ. നിക്കടോ. സൂറയുടെ കുട്ടികൾ വിശന്ന് കരയുന്നുണ്ടാവും. ഈ അരി എത്തിയിട്ട് വേണം. ഈ പുള്ളിയെ നിനക്കറിയാമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പറയടാ, അവനെവിടെ കിട്ടും? ഞമ്മക്കറിയില്ല. ബാബൂക്കാനോട് തന്നെ ചെന്ന് ചോദിക്ക്. ബാബൂക്ക പറയുന്ന പണി ചെയ്യാന്നല്ലാതെ മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട് മൂപ്പരുടെ ഭാര്യയോട് പോലും ഒരൊറ്റ അക്ഷരം മിണ്ടാൻ പാടില്ലെന്ന്. പോയിക്കോട്ടെ. നിക്കടാ അവിടെ. ഡാ, അവിടെ നിൽക്കാൻ. ഹലോ. യെസ്. എപ്പോ? ഓക്കെ സർ. Come on. എവിടോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. Follow me. മിസ്റ്റർ ഭാസ്കർ ഇവിടെ നിൽക്കണം. രണ്ടുപേരെ ഗേറ്റിനടുത്ത് നിർത്തൂ. ഒറ്റയാളെയും പുറത്തു വിടരുത്. Come on. Go fast. പ്ലീസ് ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ ഉപദ്രവിക്കാമെന്നല്ല, ഒന്ന് കാണാൻ വേണ്ടി മാത്രം. വിശ്വസിക്കാൻ പ്രയാസമാണെന്നറിയാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കാം. ഇവിടെ ഈ മുറിക്കകത്ത് നിങ്ങൾ എങ്ങനെ കയറി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആനി. എന്റെ പേരെങ്ങനെ മനസ്സിലായി? പേര് മാത്രമല്ല, ആനിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. ആനി നൃത്തം ചെയ്യാറില്ലേ? ആനി അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആനിയെ നോക്കി നിന്നിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? ആദ്യം കണ്ട നിമിഷം തന്നെ ആനിയുടെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. തുറന്നു പറയാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആനിയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആനി ആകാശത്ത് തിളങ്ങി നിൽക്കുന്നൊരു വെള്ളി നക്ഷത്രമാണ്. ഞാനൊരു പുൽക്കുടി. തെറ്റാണ് ഞാൻ ചെയ്തത്. മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ അറിയാതെ കയറി ചെല്ലുക പൊറുക്കാനാവാത്ത തെറ്റാണ്. ആനി എന്നെ ശിക്ഷിച്ചോളൂ. ബഹളം വെച്ച് വീട്ടുകാരെ ഉണർത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സമാധാനത്തോടെ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, എനിക്കറിയാം. മെയ് 21 ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നൊരു ഡേറ്റാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഇന്ന് ആനിയെ കണ്ടേ തീരുമെന്ന് എനിക്ക് തോന്നിയത്. ക്ഷമിക്കുക. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ പേരെന്താ?
ലൂയിസ്.